അടുത്ത കാലത്തായി കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാവുകയാണ് ഡോക്ടർ ശശി തരൂരിന്റെ പ്രസ്താവനകൾ. അവസാനമായി, അതായത് ഏറ്റവും ഒടുവിലായി, അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കുകയാണ്. അങ്ങനെ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്തിനാകും പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ കോൺഗ്രസിനെ ഇങ്ങനെ വെട്ടിലാക്കുന്ന പരാമർശം തുടർച്ചയായി നടത്തുന്നത്? 24 എക്സ്പ്ലെയിനർ. ലോകമറിയുന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ച തലപ്പൊക്കമുള്ള തരൂർ, ഡോക്ടർ ശശി തരൂർ. ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നെത്തിയ തരൂരിന്റെ വാക്കും രീതിയും പക്ഷേ കോൺഗ്രസിന്റെ ചട്ടക്കൂടിൽ പൂർണ്ണമായും ഒതുങ്ങുന്നില്ല. ഒന്നും രണ്ടും തവണയല്ല, പലവട്ടം തരൂർ പാർട്ടിക്ക് തലവേദനയായി. ചട്ടക്കൂടിനപ്പുറത്തേക്ക് പറക്കാൻ മോഹമെന്ന് തരൂർ പറയാതെ പറഞ്ഞു. ദേശീയ തലത്തിൽ BJPയെയും സംസ്ഥാനത്ത് CPIഎമ്മിനെയും പ്രശംസിച്ചുള്ള തരൂർ പ്രസ്താവനകളിൽ കോൺഗ്രസ് ആകെ വലഞ്ഞു. ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയാണ് ശശി തരൂർ രംഗത്തെത്തിയത്. മോദിയുടെയും ട്രംപിന്റെയും പ്രസ്താവനകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും വ്യാപാര മേഖലയിൽ മാറ്റങ്ങളുണ്ടാകുമെന്നുമാണ് തരൂർ പറഞ്ഞത്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടിമുടി വിമർശിക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പുകഴ്ത്തൽ. അതുണ്ടാക്കിയ കോലാഹലങ്ങൾ കെട്ടടങ്ങും മുമ്പേ വീണ്ടും മോദി സ്തുതി. റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യനായ നേതാവാണ് മോദിയെന്നായിരുന്നു തരൂരിന്റെ പുതിയ പ്രശംസ. വിവാദമായതോടെ പ്രസ്താവനയിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും താനൊരു ഭാരതീയനായാണ് സംസാരിച്ചതെന്നും തരൂർ പറഞ്ഞുവെച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിയായി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ദിനപത്രത്തിൽ ലേഖനം. മോദിയുടെ നയതന്ത്ര തലത്തിലെ മികവിനെ കുറിച്ചായിരുന്നു ലേഖനം. പാർട്ടി തഴഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിന്റെ താൽപര്യപ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ത്രിരാഷ്ട്ര നയതന്ത്ര ദൗത്യത്തിന് പുറപ്പെട്ടതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. കേരളത്തിലെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ച് ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെഴുതിയ ലേഖനമാണ് തരൂരിനെ വിവാദ നായകനാക്കി മാറ്റിയത്. തിരുത്തണമെന്ന നേതൃത്വത്തിന്റെ ആവശ്യം തരൂർ തള്ളി. പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് അഭിമുഖത്തിൽ പറയുന്നു. തന്റെ മുന്നിൽ പുസ്തകരചന, പ്രസംഗം ഉൾപ്പെടെ സാധ്യതകൾ അനവധി എന്നായിരുന്നു പ്രതികരണം. ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിച്ചാണ് ശശി തരൂർ കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കുന്നത്. സ്വതന്ത്ര മാധ്യമമായ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിൽ അടിയന്തരാവസ്ഥയുടെ മറവിൽ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കൊടും ക്രൂരതകൾ നടത്തിയെന്നും വിമർശനം.